കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് കൃപ കൂടെ ഇരിക്കട്ടെ. വരുന്നൊരാഴ്ചയിൽ കർത്താവ് നമ്മെ ജയത്തോടെ നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 17-ാമത് വാക്യം നമുക്ക് വായിക്കാം. ദ ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 verse 17. Praise the Lord. Every good gift and every perfect gift is coming from above and comes down from the Father of lights, with whom is no variableness, neither shadow or turning. Which version is this? Is it KJV? NKJV, okay. Yeah, praise the Lord. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. വി ഓൾ നോ അബൌട്ട് ജെയിംസ്. മെനി ജെയിംസ് ആർ ദെയർ, ഓർ ജേക്കബ്. യാക്കോബ് എന്നുള്ള പേരിൽ നിന്നാണ് ജെയിംസ് വന്നിരിക്കുന്നത്. ഒത്തിരി യാക്കോബുമാരെ നമുക്ക് തിരുവചനത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലും യാക്കോബുമാർ അല്ലെങ്കിൽ ജെയിംസ്മാരുണ്ട്. അപ്പോൾ ഇത് സ്തോത്രം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഹാഫ് ബ്രദറായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബാണ്. ദിസ് ജെയിംസ് ഈസ് ജീസസ് ബ്രദർ. അപ്പോൾ തന്നെ തന്നെക്കുറിച്ച് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ ദാസൻ, ബോൺ സെർവൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇസ് ദ ബ്രദർ. മേരിക്കും ജോസഫിനും ഉണ്ടായ മകനാണ് യാക്കോബ്. ആദ്യം കർത്താവിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. സ്തോത്രം, കർത്താവിൽ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ യേശു കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷം താൻ യേശുവിൽ വിശ്വസിക്കുവാനിടയായി. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ യാക്കോബ് കണ്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ട യാക്കോബ് ക്രിസ്തുവിൻ്റെ ദാസനായി മാറി. ഹല്ലേലൂയ. അതിനുശേഷം പത്രോസും യോഹന്നാനുമൊക്കെ ശുശ്രൂഷകളുമായുള്ള ബന്ധത്തിൽ പല യാത്രകളിലേക്ക് ആയിത്തീർന്നപ്പോൾ, അവർ ട്രാവൽ ചെയ്ത് മിനിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജെറുസലേം ചർച്ചിൻ്റെ ലീഡർഷിപ്പിലേക്ക് ആര് വന്നു? ജെയിംസ് came to the role as the leader of the church at Jerusalem. ഏറ്റവും ആദ്യത്തെ സഭയുടെ അധ്യക്ഷനായിട്ട്, എൽഡറായിട്ട്, അല്ലെങ്കിൽ ഓവർസിയറായിട്ട്, അല്ലെങ്കിൽ പാസ്റ്ററായിട്ട് ആര് വന്നു? ജെയിംസ് വന്നു. വളരെ ബുദ്ധിയുള്ള, ജ്ഞാനമുള്ള, ദൈവകൃപയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു യാക്കോബ്. സ്തോത്രം. അപ്പം ഈ യാക്കോബ് കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ തനിക്ക് കഴിഞ്ഞു. ആ സമയത്ത് ഫാമിൻ, പോവർട്ടി ഒക്കെ ഉണ്ടായി ജെറുസലേം ചർച്ചിൽ. അല്ലെങ്കിൽ ജെറുസലേമിൽ നമുക്കറിയാം, വിശുദ്ധ ദിവസം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ക്ഷാമമുണ്ടായി, ദരിദ്രമുണ്ടായി. അപ്പോസ്തലനായ പൗലോസൊക്കെ ജെറുസലേമിലേക്ക് മറ്റ് ചർച്ചുകളിൽ നിന്ന് കളക്ഷൻ എടുത്ത് കൊണ്ടുപോകുന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ പെർസിക്യൂഷൻ ഉണ്ടായി. Jewish Christians faced a lot of persecutions during that time, during the first century at Jerusalem. And he was a peacemaker in the church, and with wisdom, with divine wisdom, he made peace among people, and God used him to write this epistle. He was addressing this epistle to the diaspora Jews, or the Jews who were otherwise we can say that to the whole Jewish community. ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർക്ക്, ഹല്ലേലൂയ, അല്ലെങ്കിൽ യഹൂദന്മാർക്ക് മൊത്തമായി ഇവിടെ എഴുതിയിരിക്കുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. അപ്പം യഹൂദ കമ്മ്യൂണിറ്റിയെ മൊത്തം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. യഹൂദ ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക്. ഇതിനകത്ത് വളരെ ഒത്തിരി കാര്യങ്ങൾ താൻ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അതിനകത്തിൽ ഫേവറിറ്റിസം പാടില്ല എന്നും, നാവിനെ കൺട്രോൾ ചെയ്യണമെന്നും,
അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ താൻ ഇതിൽ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ, the teachings of Jesus and the proverbs influence him a lot. He was influenced by the teachings of Jesus Christ, especially the Sermon on the Mount and the book of Proverbs. So that influenced him, that we could see the teachings of Jesus and the use of Proverbs in this epistle. അപ്പോൾ ഇവിടെ നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, when we look into the chapter 1, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് the trials produce endurance and the trials makes us perfect. We as Christians, we may face trials in our life. പരീക്ഷകൾ അല്ലെങ്കിൽ ടെസ്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പരീക്ഷകൾ, ടെസ്റ്റിനും ടെംപ്റ്റേഷനും ട്രയലിനും ഒക്കെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മലയാളത്തിൽ പരീക്ഷ എന്നെഴുതിയിരിക്കുന്നു. വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ദാറ്റ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റുകൾ ഉണ്ടാകും. ടെസ്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ, ടെസ്റ്റ് ഓർ ട്രയൽസ്, that produce endurance and that makes us perfect, that makes us mold us. നമ്മുടെ ജീവിതത്തിൽ ട്രയൽസ് ഒക്കെ വരുമ്പോഴേ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസകരമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് നമ്മളെ മോൾഡ് ചെയ്യുകയാണ്. നമ്മളെ ക്രിസ്തുവിൻ്റെ മക്കളാക്കി, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപരാക്കിയൊക്കെ നമ്മളെ മോൾഡ് ചെയ്യുന്നതാണ് ഈ പരീക്ഷകൾ അല്ലെങ്കിൽ ട്രയൽസ് എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഹെവൻലി പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ട്രയൽസ് നല്ലതാ. സ്തോത്രം. പരീക്ഷകളൊന്നും തൽക്കാലത്തൊക്കെ നമുക്ക് സന്തോഷമൊന്നും അല്ല. ഹല്ലേലൂയ, അല്ലേ? കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ എക്സാം ഇഷ്ടമുള്ള എത്ര കുഞ്ഞുങ്ങളുണ്ട്? ആരേക്ക് എക്സാം? There are people who like exams. So in our time we didn't like exams. Huh? So you may be interested in exams. So അപ്പോൾ ഈ എക്സാംസ് നമ്മുടെ ജീവിതത്തിൽ ട്രയൽസ് ആൻഡ് ടെസ്റ്റുകളും ഒക്കെ നമ്മളെ ഹെവൻലി പെർസ്പെക്റ്റീവിൽ അതൊക്കെ നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുന്നതാണ്. അല്ലെങ്കിൽ ദൈവിക സ്വഭാവത്തിനും ദൈവത്തിൻ്റെതായ ഇഷ്ടത്തിനും അനുസൃതമായി നമ്മളെ ആക്കി തീർക്കുന്നതാണ്. it molds us, it makes us. അപ്പം അതുകൊണ്ട് ദൈവം അതൊക്കെ അനുവദിക്കും. എന്തിനാണെന്നറിയാമോ? നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകാൻ. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ള ദൈവിക പദ്ധതി. അപ്പം നമ്മൾ വായിച്ച വേദഭാഗത്തിൻ്റെ മുൻപുള്ള ഭാഗങ്ങളിൽ ഇവിടെ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, trials produce endurance, makes us perfect. Then in verse 5 we could see that God gives wisdom. If you ask with faith, God will give you wisdom. God will give you. You have to ask with faith. God will give you wisdom. If you lack wisdom, if you feel that I lack wisdom, so then you have to ask to the Lord who gives wisdom generously. But you have to ask with faith. Otherwise you won't receive. വിശ്വാസത്തോടെ ദൈവത്തോട് ചോദിച്ചാൽ ദൈവജ്ഞാനം ഔദാര്യമായി തരും, ധാരാളമായി തരും. സ്തോത്രം. ഹല്ലേലൂയ. ഒരുവൻ ജ്ഞാനം കുറവാണെങ്കിൽ ആരോട് ചോദിക്കണം? കുഞ്ഞുങ്ങളെ എസ് എ റൈറ്റിംഗ് കഴിഞ്ഞു? എസ് എ റൈറ്റിംഗ് കഴിഞ്ഞ് ശ്രദ്ധിക്കുക പ്ലീസ്. ഓക്കെ കുഞ്ഞുങ്ങളെ, if you lack wisdom, knowledge, then you have to ask to the Lord. Lord, give me wisdom. Lord, give me knowledge. Give me wisdom. Then God will grant you wisdom. If you ask with faith, you must have that faith that God is the one who gives wisdom and He will give it to me. You must believe that and you must ask with faith, then you will receive. Hallelujah. അതാണ് അവിടെ രണ്ടാമത് പറയുന്നത്. മൂന്നാമത് പറയുന്ന കാര്യം, the wealth will pass away. Wait, verse 8 or 9 onwards
The wealth will pass away. Hallelujah. So, ഈ ധനമെന്ന് പറയുന്നത് അത് ഒഴിഞ്ഞു പോകുന്നതാണ്. ധനമൊന്നും നമ്മൾ ഒരിക്കലും നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകത്തില്ല. അത് ഇന്ന് ധനമുണ്ടാകാം, നാളെ ധനമില്ലാത്ത സിറ്റുവേഷൻ വരാം, അതൊക്കെ സംഭവിക്കാം. സോ അതുകൊണ്ട് ധനികരായവർ ധനത്തിൽ പ്രശംസിക്കരുത്. ഡു നോട്ട് ബോസ്റ്റ് ഇൻ ദ വെൽത്ത്. അതാണ് വേഴ്സ് 9 പറയുന്നത്. സോ അതാണ് ആ ഭാഗത്ത് പറയുന്നത്. അടുത്ത ഭാഗത്തിൽ പറയുന്ന കാര്യം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വേഴ്സ് 12. Trials. Yeah, that's correct. Blessed is the man that endures trials. Crown of life which the Lord has promised to them that love him. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ജീവ കിരീടം പ്രാപിക്കും. We have trials in this world. When we trust in the Lord, we will receive the power to overcome those trials. We will be victorious. Hallelujah. We are not called to be defeated. We are called to be victorious in the trials in which we face. Hallelujah. The trials and the temptations, we have to overcome those trials and temptations. Hallelujah. Jesus was victorious in the temptations that he faced. കർത്താവ് പ്രലോഭിപ്പിക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടെന്ന മലയാളത്തിൽ എല്ലാത്തിനും പരീക്ഷ എഴുതിയിരിക്കുന്നു. കർത്താവ് പ്രലോഭിപ്പിക്കപ്പെട്ടു. എന്താ? 40 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവിന് വിശന്നു. 40 ദിവസം ഉപവാസമായിരുന്നു. 40 ദിവസം ഉപവസിച്ചിട്ട് കൈവക്കണ്ട. 40 ദിവസം ഉപവസിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? 40 days fasting. ഹല്ലേലൂയ. അപ്പൊ 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിന് വിശന്നപ്പോ പിശാച് വന്നിട്ട് പറയുക, ഈ കല്ലിനോട് അപ്പമായിട്ട് കർത്താവിനെ ഓർമ്മപ്പെടുത്തും, നിനക്ക് കഴിയും. സ്തോത്രം. നമുക്ക് കർത്താവിൽ വേണ്ട വിശ്വാസം ഇല്ലെങ്കിലും പിശാചിന് നല്ല വിശ്വാസം. സ്തോത്രം. നീ പറഞ്ഞു കഴിഞ്ഞാൽ കല്ലപ്പമായി തീരും അല്ലേ? നീ പറഞ്ഞ കല്ലപ്പമായി തീരും, അപ്പമായി തീരെ കൽപ്പിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഫുഡിന് വേണ്ടി പ്രത്യേകിച്ച്. സ്തോത്രം. കർത്താവ് ആ ടെംപ്റ്റേഷൻ പിശാച് പറഞ്ഞ അനുസരിച്ച് ചെയ്തോ? കർത്താവ് പറഞ്ഞ ആവത്തില്ലേ? ആവും. പക്ഷേ പിശാച് പറഞ്ഞത് കർത്താവ് ചെയ്തില്ല. കർത്താവ് എന്താ പറയുന്നത്? മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും. Man live not by bread alone. Man live not by bread alone, but by every word that proceeds from the mouth of the Lord. കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. സ്തോത്രം. കർത്താവ് ആ പ്രലോഭനത്തെ അതിജീവിച്ചു. ഹല്ലേലൂയ. തൻ്റെ സ്വന്തം ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഡിവൈൻ ആയിട്ടുള്ളത് ഒന്നിനെയും കർത്താവ് ഉപയോഗിച്ചില്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിലാണെങ്കിലും കർത്താവ് 100% ഡിവൈൻ ആയിരുന്നു. 100% കർത്താവ് ഡിവൈൻ ആയിരുന്നു. 100% കർത്താവ് ഹ്യൂമൻ ആയിരുന്നു. That is known as hypostatic union of divine and human nature. 100% he was divine, 100% human. അതങ്ങനെ സാധ്യമാണ്? യെസ്, ഇറ്റ്സ് പോസിബിൾ. ഹല്ലേലൂയ. സോ കർത്താവ് ഡിവൈൻ ആയിട്ടുള്ളതിനെ ഒന്നും തൻ്റെ സ്വന്തമായിട്ടുള്ള വിശപ്പടക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിന്നീടും കർത്താവ് ടെംപ്റ്റേഷൻസ് ഉണ്ടായി. കർത്താവിനെ പർവ്വതത്തിന് ദേവാലയത്തിന് മുകളിൽ കൊണ്ടുവരുന്ന ചാടിക്കോ ദൂതന്മാർ വാക്യം. കർത്താവ് വാക്യം പറഞ്ഞപ്പോൾ പിശാച് അടുത്ത വാക്യം, നീ ചാടിക്കോ, അവൻ ദൂതന്മാരോട് കൽപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ആ ടെംപ്റ്റേഷനെയും ഓവർകം ചെയ്തു. അടുത്ത ടെംപ്റ്റേഷൻ സകലതും കാണിച്ചു എന്നെ ഒന്ന് വണങ്ങി. അൾട്ടിമേറ്റ്ലി അതാ പുള്ളിയുടെ ഉദ്ദേശം, എന്നെ ഒന്ന് വണങ്ങി ഒന്ന് നമസ്കരിച്ച് ഇതെല്ലാം അങ്ങ് തന്നേക്കാം. ഹല്ലേലൂയ. കർത്താവ് ഒരൊറ്റ ശാസനം വെച്ച് കൊടുത്തു. കർത്താവ് അതിനെയൊക്കെ ജയിച്ചു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ആദിമ ആദാം, the first Adam failed, or Adam and Eve failed in those temptations, but Jesus, the last Adam,
took victory over all those temptations by the power of the Holy Spirit. Hallelujah. Like we heard today morning, in order to overcome the sin or the temptations and to live a holy life, we need the help of the Holy Spirit, the power of the Holy Spirit. With the power of the Holy Spirit, with the help of the Holy Spirit, Jesus took victory over the temptations. Hallelujah. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് ജയാളിയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രലോഭനങ്ങളെ കർത്താവ് ജയിച്ചെങ്കിൽ നമ്മോടും പറയുന്നു നാമും പ്രലോഭനങ്ങളെ ജയിക്കണം. പ്രലോഭനങ്ങൾ നേരിടുമ്പോൾ ദൈവമാണ് പ്രലോഭിപ്പിക്കുന്നത് ആരും പറയരുത്. ദൈവം പ്രലോഭിപ്പിക്കുന്ന ദൈവമല്ല. God may test us but won't tempt us. Hallelujah. God may test us. If you face any test, ലോകത്തിൽ നമ്മൾ ടെസ്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ after the test you will get a result and you may get promotion, isn't it? You may sometimes get promotion as well. അല്ലേ? ടെസ്റ്റ് കഴിയുമ്പോൾ ഒരു പ്രൊമോഷൻ. ടെസ്റ്റ് പാസ്സായപ്പോൾ പ്രൊമോഷൻ കിട്ടി. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ടെസ്റ്റൊക്കെ ഫേസ് ചെയ്യുകയാണെങ്കിൽ ടെസ്റ്റിന് അപ്പുറത്ത് ആ പ്രൊമോഷനും കർത്താവ് വെച്ചിട്ടുണ്ട്. പേടിക്കണ്ട. ഹല്ലേലൂയ. നിങ്ങളുടെ ഒരു എൻകറേജ്മെൻറ്റിന് വേണ്ടി പറയുക. ആമേൻ. ടെസ്റ്റുകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ടെസ്റ്റിനപ്പുറത്തൊരു സന്തോഷമുണ്ട്. ടെസ്റ്റിനപ്പുറത്തൊരു പരീക്ഷകളിലൂടെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിത്യതയിലും പ്രതിഫലമുണ്ട്. അപ്പോൾ തന്നെ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ അതിനപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവികമായ സന്തോഷത്തിൻ്റെ ആമേൻ അനുഭവങ്ങളെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ പെട്ടെന്ന് വരികയാണ്. ഞാൻ വായിച്ച വേദഭാഗം. സ്തോത്രം. എല്ലാ നല്ല verse 17. Yes. It's every good and perfect gift that comes from above. എല്ലാ നല്ല ദാനങ്ങളും സ്തോത്രം ഉയരത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ എവിടുന്ന ഈ നല്ല ദാനങ്ങളൊക്കെ വരുന്നേ? നല്ല ദാനം എവിടുന്നാ വരുന്നേ? എല്ലാ നല്ല ദാനങ്ങളും ഉയരത്തിൽ നിന്നാണ് വരുന്നത്. സ്തോത്രം. God is the provider of every good gifts. എല്ലാ നല്ല ദാനങ്ങളുടെയും സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. Every good and perfect gift that comes from above, God is the provider. നമ്മുടെ ദൈവം പ്രൊവൈഡർ ആണ്. ജഹോവ ജായരെ, he is our provider. ഹല്ലേലൂയ. ആമേൻ. ദൈവമാണ് തരുന്നത്. ദൈവമാണ് നമ്മളെ നടത്തുന്നത്. ദൈവമാണ് നമ്മുടെ പരിപാലകൻ. ദൈവമാണ് നമുക്ക് വേണ്ടി കരുതുന്നവൻ. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ജോലി ഉണ്ടെങ്കിൽ നല്ല കാര്യം. ജോലി വേണം. എല്ലാവരും ജോലി ചെയ്യണം. സ്തോത്രം. പക്ഷെ നമ്മുടെ ആശ്രയം ജോലിയിലല്ല, നമ്മുടെ ആശ്രയം ദൈവത്തിലാണ്. ഹല്ലേലൂയ. ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും നടത്താൻ ദൈവം വിശ്വസ്തനാണ്. അല്ലേ സുധം ബ്രദറെ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നടത്താൻ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജോലി വേണം. ജോലി എല്ലാവർക്കും നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഏറ്റവും നല്ല ജോലി, നല്ല പൊസിഷൻ, നല്ല ആമേൻ നിലകളിൽ ദൈവം നിങ്ങളെ എല്ലാവരെയും പ്ലേസ് ചെയ്യട്ടെ. സ്തോത്രം. നമ്മളെയും നമ്മുടെ തലമുറകളെയും ദൈവം ഏറ്റവും നല്ല ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തട്ടെ. പക്ഷേ നമ്മുടെ ആശ്രയം നമ്മുടെ ജോലിയല്ല, നമ്മുടെ ആശ്രയം നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ ആശ്രയം നമ്മുടെ ആരോഗ്യമല്ല, നമ്മുടെ ആശ്രയം നമ്മുടെ ദൈവമാണ്. God is the source of all perfect and good gifts. എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടം ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ നല്ല ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ദാനങ്ങൾ എന്തുവാ? നല്ല ദാനം. സ്തോത്രം. സ്തോത്രം. നല്ല ദാനങ്ങൾ എന്തൊക്കെയാ? പെട്ടെന്ന് അപ്പം ഒരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന് 8-9 വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിക്കാം. സ്തോത്രം. അപ്പോ ഇവിടെ പറയുവാണ്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന് ദാനമാ. അപ്പൊ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് രക്ഷയാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയ ദാനമാണ് രക്ഷ എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. സ്തോത്രം.
നാം രക്ഷിക്കപ്പെട്ടത് കൃപയാല. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് ദൈവം നമുക്ക് ദാനമായി തന്നു. സ്തോത്രം. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവ് നമുക്ക് വേണ്ടി നൽകി തന്നു. സ്തോത്രം. അപ്പൊ അതൊരു നല്ല ദാനമാണ്. ആണോ? ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ദാനം ഏതാ? കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷ ദാനമായി ലഭിച്ചു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് പാപക്ഷമ, ദൈവത്തിന്റെ ദാനമായിട്ട് പാപക്ഷമ ലഭിച്ചു, നീതീകരണം ലഭിച്ചു. അല്ലെ? ദൈവം നമ്മളെ നീതീകരിച്ചു. ദൈവം നമ്മെ നീതീകരിച്ചു. ദൈവം നമ്മുടെ പാപം ക്ഷമിച്ചു. അപ്പൊ തന്നെ ദൈവം നമ്മളെ തൻ്റെ മക്കളാക്കി തീർത്തു. മക്കളെന്ന പദവി ദാനമായി തന്നു. ഇതെല്ലാം ദൈവത്തിന് ദാനമാണ്. ഇതെല്ലാം നല്ല ദാനങ്ങളാ. എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായിട്ട് ശ്രദ്ധിച്ചിരിക്കണമേ. അടുത്ത 1.5 മണിക്കൂർ ദയവായിട്ട്. അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അടുത്ത ചില സമയങ്ങൾ ദയവായിട്ട് ശ്രദ്ധിച്ചിരുന്നാലോ. അപ്പോ എല്ലാ നല്ല ദാനങ്ങളും ദൈവത്തിൻ്റെ. അപ്പൊ രക്ഷ യേശുക്രിസ്തു ദൈവത്തിന്റെ ദാനമായി നമുക്ക് ലഭിച്ചതാ. സ്തോത്രം. അടുത്തത് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമുക്ക് ദാനമായി ദൈവം തന്നതാ. പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി തന്നതാ. ആമേൻ. ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല. ആമേൻ. ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. സ്തോത്രം. ശമരിയ സ്ത്രീയോട് കർത്താവ് സംസാരിക്കുന്നുണ്ട്. ശമരിയ സ്ത്രീയോട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുക. അപ്പൊ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. സഹോദരൻ, യോഹന്നാന്റെ സുവിശേഷം അതിന് 4-ാം അധ്യായത്തിന്റെ അത് തന്നെ കറക്റ്റ്. താങ്ക് യു സിസ്റ്റർ. നീ ദൈവത്തിന്റെ ദാനവും അപ്പൊ നമ്മൾ എങ്ങനെയാ ടെക്സ്റ്റിനെ മനസ്സിലാക്കുന്നത്? നീ ദൈവത്തിന്റെ ദാനം. സ്തോത്രം. നീ ദൈവത്തിന്റെ ദാനം എന്നുള്ളതല്ല അവിടെ. നീ ദൈവത്തിന്റെ ദാനവും. പറഞ്ഞ ഡിഫറൻസ് മനസ്സിലായോ? അതായത് ശമരിയ സ്ത്രീ ദൈവത്തിന്റെ ദാനമാണെന്നല്ല അവിടെ പറയുന്നത്. പ്ലെയിൻ റീഡിങ് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നേ. നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം. എന്താ ജീവനുള്ള വെള്ളം? അത് ടെക്സ്റ്റ് കൊണ്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കർത്താവ് ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിനമായ മഹാദിനത്തിൽ കർത്താവ് നിന്നോട് പറഞ്ഞു, അത് തന്നെ, ദാഹിക്കുന്ന എവരും എൻ്റെ അടുക്കൽ വന്ന്, അല്ലേ? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ. അതിനെ കർത്താവ് തന്നെ ഇന്റർപ്രറ്റ് അല്ലെങ്കിൽ ആ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. വായിച്ചു സിസ്റ്ററെ. അപ്പൊ അവിടെ എന്താ പറഞ്ഞേ? തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നിനക്ക് ജീവജലത്തിന് നദി തരുമെന്ന് പറഞ്ഞാൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ, നിനക്ക് രക്ഷയെ, ഹല്ലേലൂയ, നിനക്ക് രക്ഷയെ ദാനമായിട്ട്, നിനക്ക് രക്ഷയെ, നിനക്ക് പരിശുദ്ധാത്മാവെന്ന ജീവജല നദിയെ നിനക്ക് തരുമെന്നാ പറഞ്ഞത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. യേശുക്രിസ്തുവാണ് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനം. ക്രിസ്തുവേശുവാണ്. ക്രിസ്തുവേശുവിലൂടെ രക്ഷ തന്നു. ക്രിസ്തുവേശു മുഖാന്തരം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. ദൈവത്തിന്റെ ദാനമാണ്. സ്തോത്രം. അപ്പൊ തന്നെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് രണ്ട് വാക്യങ്ങൾ രണ്ട് രീതിയിലാണ്. നന്മ എത്രയധികം കൊടുക്കും. അപ്പൊ നന്മ ദൈവത്തിന്റെ ദാനമാണ്. മറ്റൊരു വേദഭാഗത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു, പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും. അപ്പൊ ദൈവത്തോട് ചോദിക്കുന്നവർക്ക് God will give good gifts to those who ask him. Hallelujah. Ask and it will be given to you.
Children, youngsters, brothers, sisters, ask the Holy Spirit and God will give you the Holy Spirit. Ask and it shall be given to you. Knock and seek and you will find. Knock and the door will be, thank you, the door will be open unto you. Hallelujah. അപ്പോ അത് പറഞ്ഞിട്ടാ പറയുന്നത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കും. തന്നോട് യാചിക്കുന്നവർക്ക് നന്മ, ഗുഡ് ഗിഫ്റ്റ്സ് എത്രയധികമായി കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പോ നല്ല ദാനങ്ങൾ, പരിശുദ്ധാത്മാവ് നല്ല ദാനങ്ങളാണ്. പിന്നെ നമുക്ക് ദാനങ്ങളാ, എല്ലാം ഒരുപാട് ദാനങ്ങളുണ്ട്. അടുത്ത യാക്കോബ് തന്നെ പറയുന്നൊരു ദാനമുണ്ട്, വിസ്ഡം. അത് പറഞ്ഞിട്ടല്ലേ മുമ്പോട്ട് വന്നത് നമ്മൾ ആദ്യം അതാ പറഞ്ഞേ. വിസ്ഡം 1:5 പറയുന്നുണ്ടല്ലോ, ഗോഡ് വിൽ യെസ്, ജ്ഞാനം കുറവാ, ജ്ഞാനം ദൈവത്തിന് ദാനമാ. ഹല്ലേലൂയ. പീസ് ആൻഡ് ജോയ്, ഇതൊക്കെ ദൈവത്തിന്റെ ദാനമാ. ആമേൻ. വിശ്വാസം, ഹല്ലേലൂയ, ദൈവം തരുന്നതാ അല്ലേ. വിശ്വാസം എന്ന് പറയുന്നത് ഒരു കൃപാവരം കൂടെയാണ്. ഹല്ലേലൂയ. വിശ്വാസം ഒരു കൃപാവരം കൂടെയാണ്. അപ്പൊ ഇതൊക്കെ ദൈവം തരുന്നതാണ്. ദൈവം മെറ്റീരിയൽ ദാനങ്ങളും ദൈവം തരുന്നുണ്ട്. എവറി ഗുഡ് ഗിഫ്റ്റ്സ്, മെറ്റീരിയൽ ഗുഡ് ഗിഫ്റ്റ്സും ദൈവം തരുന്നുണ്ട്. മെറ്റീരിയൽ നമുക്കൊക്കെ സന്തോഷമുള്ളത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലൈഫ് ആൻഡ് ബ്രെത്ത് ദൈവം തരുന്ന. ഹല്ലേലൂയ. ആഹാരം, വസ്ത്രം, പാർപ്പിടം. സ്തോത്രം. ആമേൻ. കാലാവസ്ഥ, സീസൺസ്. ഹല്ലേലൂയ. ആമേൻ. മഴ, എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഓ സ്തോത്രം. മഴ പെയ്തില്ലെങ്കിലും മഴ പെയ്യാതിരിക്കണം, അപ്പം അറിയാം. ഹല്ലേലൂയ. ആമേൻ. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ആമേൻ. നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, സത്യത്തിന്റെ വചനത്താൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു. വേഴ്സ് 18 says, സത്യത്തിന്റെ വചനം, ദൈവം നമുക്ക് തന്ന ദാനമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ ദൈവത്തിന്റെ ദാനമാണ്. പക്ഷെ ഒരു കാര്യം മാത്രമുണ്ട്, ഈ ഗിഫ്റ്റ്സ് ദൈവത്തിൽ നിന്ന് തന്നെയാണോ, നമ്മൾ കിട്ടുന്ന എല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കരുത്. ദൈവത്തിൽ തന്നെ ഉള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നുണ്ടോ, ദൈവത്തോട് അകറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് കിട്ടുന്ന എല്ലാ ഗിഫ്റ്റുകളുമേ തമ്പുരാൻ തന്നതാണെന്ന് പറയരുത്. സ്തോത്രം. ആമേൻ. ദൈവവചന പ്രകാരമുള്ളതാണോ, അത് നമ്മളെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നുണ്ടോ, ക്രിസ്തുയേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. അത് മുഖാന്തരമായിട്ട് ആത്മീകമായ വർധനവ്, ആത്മീകമായത് എന്തെങ്കിലും നമുക്ക് ഉളവായി വരുന്നുണ്ടോ? സ്തോത്രം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശോധന ചെയ്തിട്ടേ, ആമേൻ, സ്തോത്രം, നമ്മളത് ദൈവത്തിങ്കിൽ നിന്നുള്ളതാണെന്ന്. സ്തോത്രം. ഭക്ഷണം, പാർപ്പിടം, ഇതൊക്കെ ദൈവത്തിന്റെ കരുതലാണ് നമുക്കുള്ളത്. ഭക്ഷണം, പാർപ്പിടം, വാഹനം, ദൈവം തരുന്ന നന്മകൾ. സ്തോത്രം. ഇതൊക്കെ ദൈവത്തിന്റെ ദാനമാണ്. ഇതെല്ലാം ദൈവത്തിന്റെ ദാനം. ഇതെല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവത്തിന്റെ വിശ്വസ്തതയുടെ പ്രതിഫലമായിട്ട് ദൈവം നമുക്ക് തരുന്ന ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് ഇതെല്ലാം. ഓക്കെ. അപ്പോൾ ദൈവത്തിന്റെ ദാനം, ഏറ്റവും പ്രധാനപ്പെട്ട ദാനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ആത്മീകമാണ്. അപ്പോൾ തന്നെ ആമേൻ, എവറി ഗുഡ് ഗിഫ്റ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്തോത്രം, ഗിഫ്റ്റുകൾ, പരിശുദ്ധാത്മാവിന്റെ സ്തോത്രം, പരിശുദ്ധാത്മാവ് നൽകുന്നതായ കൃപാവരങ്ങൾ ദൈവത്തിന്റെ ഗിഫ്റ്റാ. ആമേൻ. ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, പിന്നെ വിശ്വാസം, വീര്യപ്രവർത്തികൾ, പിന്നെ പ്രവചനം, രോഗശാന്തി, പിന്നെ ആത്മാക്കളുടെ വിവേചനം, വിവിധ ഭാഷകളുടെ വ്യാഖ്യാനം. ഇതെല്ലാം 9 സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. അതുകൂടാതെ 9 കൃപാവരങ്ങൾക്ക് അപ്പുറത്ത് പിന്നെയും അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിന്റെ ഇതിൽ സഹായിപ്പാനുള്ള വരം. സ്തോത്രം. പരിപാലന വരം, അത് പാസ്റ്റർമാർക്കുള്ളത്. പരിപാലന വരം. സ്തോത്രം. സഹായിപ്പാനുള്ള വരം കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ ഗിഫ്റ്റുകളെല്ലാം എവിടുന്നുള്ളതാ? കമ്മിങ് ഡൗൺ ഫ്രം ദി ഫാദർ. ഹല്ലേലൂയ. കമ്മിങ് ഡൗൺ ഫ്രം ദി ഫാദർ. നമുക്കൊരു പിതാവുണ്ടെന്ന്
ഹല്ലേലൂയ. We have a heavenly father. നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. നമ്മൾ അനാഥരല്ല. നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. ആ പിതാവിന്റെ സന്നിധിയിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. ഹല്ലേലൂയ. God is our father. He cares for our children. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്രമാത്രം കരുതുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. He loves his children. That means us, and he cares for us. നമുക്ക് വേണ്ടി കരുതുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. He cares for his children. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു. നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഏത് സമയത്തും അടുത്ത് ചെല്ലുവാൻ നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. സമയഭേദം കൂടാതെ, സ്ഥലഭേദം കൂടാതെ അടുത്ത് ചെല്ലുവാൻ നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. Hallelujah. Amen. He is not a distant force but a present provider. Hallelujah. കർത്താവ് യേശു ക്രിസ്തു തന്റെ പർവ്വത പ്രസംഗത്തിൽ, സെർമൺ ഓൺ ദി മൗണ്ടിൽ കർത്താവ് ആമേൻ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ആമേൻ, നമുക്ക് സ്വർഗീയ പിതാവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്തുടുക്കും, എന്ത് കുടിക്കും, എന്ത് തിന്നും എന്നിവയെ കുറിച്ച് ജാതികൾ, ദൈവമില്ലാത്തവർ ഭാരപ്പെടുന്നു. നമുക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട്. അവൻ നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം അറിയുന്നു. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക്. First you seek the kingdom of God and his righteousness, and all these things shall be added unto you. All those needs that you have will be fulfilled if you follow him. Hallelujah. നീ കർത്താവിനെ പിൻപറ്റിയാലേ നിന്റെ ആവശ്യങ്ങൾക്ക് അവൻ മതിയായവനാ. നിന്റെ ആവശ്യങ്ങളെ തക്ക സമയത്ത് നൽകിത്തരാൻ ദൈവം വിശ്വസ്തനാ. അതെന്ത് ആവശ്യമായിക്കൊള്ളട്ടെ, നിന്റെ ആവശ്യങ്ങൾക്ക് അവൻ പ്രൊവൈഡറാ. അവൻ യഹോവ ജയരയാ, അവൻ യഹോവ ഇരയാ. തക്ക സമയത്ത് അവൻ നമുക്കായി കരങ്ങളെ ചലിപ്പിക്കും. അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. He is Jehovah Jireh. He is our provider. He will provide. Wait for his time. Hallelujah. Do not be impatient. Be patient to receive good gifts from your heavenly Father. Hallelujah. Amen. He is our provider. Every good gift that coming down means which tense it is? Coming down. Which tense it is? Present continuous tense. It's present continuous. That means his gifts don't come once and stop, but it continuous. It flows steadily. Hallelujah. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? Hallelujah. Coming down എഴുതിയിരിക്കുന്നത് ആമേൻ ഉയരത്തിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. അതൊരിക്കൽ വന്നിട്ട് നിന്നു പോകുന്നല്ല, അത് പെയ്തിറങ്ങിക്കൊണ്ടേയിരിക്കുകയാ. എല്ലാ നല്ല ദാനങ്ങളും ഉയരത്തിൽ നിന്ന് അത് വന്നുകൊണ്ടേയിരിക്കുക. This is present continuous. It continues. His faithfulness, his mercy that endures forever. Hallelujah. സ്തോത്രം. അപ്പോൾ നല്ല ദാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയോ? ഞാൻ മനസ്സിലാക്കി. ഹല്ലേലൂയ. അത് എവിടുന്നാ വരുന്നതെന്ന് മനസ്സിലാക്കി. അത് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലാക്കി. ഹലോ. Amen. What are the good gifts? We understood that. From where it comes, we understood that. How it is coming, we understood that. Hallelujah. And the character of God, the one who provides, the character of God. അതുകൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്താം. ഈ തരുന്ന ആളുടെ സ്വഭാവം. ഹല്ലേലൂയ. ആരാ തരുന്നേ? ഹെവൻലി ഫാദർ. ഹല്ലേലൂയ. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്ന് നീ വിചാരപ്പെടണ്ട. തക്ക സമയത്ത്. ഹല്ലേലൂയ. സ്തോത്രം. കാട്ടിലെ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ തക്ക സമയത്ത് തൻ്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് ഇന്ന് പകലിലും വിശ്വസിക്കണം. Trust in the Lord. If anyone is going through difficulties in your life, trust in whatever the situation is. Trust in the Lord with all your heart. Do not lean on your own understanding. Trust in the Lord. Amen. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നീ പരാജയപ്പെടും. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ തക്ക സമയത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. ആമേൻ. സോ നെക്സ്റ്റ് ഈസ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അവന് വികാരമോ
ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. അത് മലയാളത്തിൽ അത്ര കറക്റ്റ് അല്ല. എങ്കിലും സഹോദരം, വേർ ഇസ് ദാറ്റ് verse? വായിച്ചു സിസ്റ്റർ. Yes, who doesn't change like shifting shadows. Hallelujah. ഈ ഫാദർ ഓഫ് ദ ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫാദർ ഓഫ് ലൈറ്റ്സ് എന്ന് പറഞ്ഞത് ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കായിട്ട് ഞാൻ പറയുക. സഹോദരം പാസ്റ്റർ ദൂത് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. ആമേൻ. ദ ഫാദർ ഓഫ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം സൃഷ്ടിച്ചവനായ ദൈവം. ഹല്ലേലൂയ. സകലത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവം, സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ പിതാവ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലത്തെയും സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവം, the creator of everything എന്നതിന്റെ അർത്ഥം. Hallelujah. The creator of everything. ഹല്ലേലൂയ. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഈ സൺ, മൂൺ ഇതിനെയൊക്കെ ദൈവങ്ങളായിട്ടൊക്കെ കണ്ടിരുന്നവരുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ യാക്കോബ് ബുദ്ധിപൂർവ്വം പറയുകയാണ്, ഹല്ലേലൂയ, ദ ഫാദർ ഓഫ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റൊക്കെ ഉണ്ടാക്കിയ ദൈവം, ദ ക്രിയേറ്റർ ഓഫ് എവറിഥിങ്. വി ആർ സെർവിങ് the one who created the heavens and the earth, the one who created sun, moon, stars, everything. He is the creator. He is omnipotent, he is omniscient. Hallelujah. He is all powerful, he is all knowing, he is sovereign, he is infinite. He is the Alpha and the Omega. We serve a living God. Hallelujah. Amen. Jesus is alive. കർത്താവ് ഇന്നും ജീവിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാണ്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാണ്. He is an ever present help. Hallelujah. He is not a God who is somewhere far, but he is a present help. Hallelujah. അപ്പോൾ ദൈവത്തിന്റെ സ്വഭാവം that doesn't change. Sun rises, that sets. അല്ലേ? സീസൺസ് മാറും, സൺ റൈസ് ആൻഡ് സെറ്റ്സ് ആൻഡ് കാസ്റ്റ് മൂവിങ് ഷാഡോസ് അപ്പോൺ അതേഴ്സ്. അല്ലേ? ഇപ്പൊ സൂര്യന്റെ ദിശ മാറുമ്പോൾ മൂവ് ചെയ്യുമ്പോൾ ഷാഡോ വരും. ഹല്ലേലൂയ. Sun rises, sets and casts moving shadows. God never alters or changes in character or intention. Hallelujah. That's what the meaning of the text. Hallelujah. God doesn't change. Amen. God doesn't change. He is faithful. If he says yes, that is yes. Amen. Not like us. Today is yes, tomorrow is no. Day after tomorrow or. Hallelujah. Amen. Hallelujah. Amen. God doesn't change. His yes is yes and no is no. Hallelujah. നമ്മുടെ ദൈവം ഉവ്വ് എന്നും ഇല്ല എന്നും പറയുന്ന, തരാമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ആമേൻ. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ. Hallelujah. He is the one who provides. God never alters or changes in character or intention. Jesus Christ is the same yesterday, today and forever. Amen. എൻ്റെ കർത്താവ് വിശ്വസ്തനാ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാ. അവന് മാറ്റമില്ല, അവന്റെ വാക്കുകൾക്ക് മാറ്റമില്ല, അവന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. ഹല്ലേലൂയ. അവന്റെ വാഗ്ദത്തങ്ങൾ ഓരോന്നായി അവൻ നിവർത്തീകരിക്കും. ആമേൻ. സ്തോത്രം. മശിഹ വരുമെന്ന് പറഞ്ഞു, മശിഹ വന്നു. പാപമോചനത്തിനു വേണ്ടി അവൻ യാഗമായി. അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. Praise the Lord. പോകും മുമ്പേ അവൻ പറഞ്ഞു, ഞാൻ പിതാവിങ്കിൽ നിന്ന് ഒരു വാഗ്ദത്തം അയച്ചു തരും, അത് പരിശുദ്ധാത്മാവത്രേ, അത് വന്നു. ഹല്ലേലൂയ. പോകും മുമ്പേ പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും, കർത്താവ് വേഗം വരും. ഹല്ലേലൂയ. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനത്രേ. Hallelujah. Amen. If something is good and perfect, it comes from him. Hallelujah. Amen. Every good and perfect gift comes from the Lord. We have to discern and understand whether it is from God or not. We need to discern. Hallelujah. We need to discern whether it is from God or not.
I already shared with you, amen, how to discern it, how to discern whether it is from God or not. Hallelujah. Amen. ദൈവത്തിങ്കിൽ നിന്നാണോ നമ്മൾ പരിശോധിക്കണം. Amen. Every good gift that comes from above, from the Father, and it is coming down, and the character of God that doesn't change. Hallelujah. Amen.